ഇന്നത്തെ സ്പെഷ്യൽ. നമുക്ക് ഈ മീനിനെ കുറിച്ചുള്ള ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇത് കലവയാണ്. അറബിയിൽ പറയുന്ന ഹമൂർ. അറബികൾക്ക് ഏറ്റവും വിശിഷ്ടമായ ഒരു സാധനം, ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന ഏതാണ്ട് 25 കിലോയോളം വലിപ്പമുള്ള സാധനം. നമുക്കിപ്പോൾ ഈ കടലിൽ ഇതേ ഇന്ന് കിട്ടിയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ചെറിയ കുഞ്ഞു മീനിനെ പൊള്ളിക്കാനുള്ള, ചുട്ടെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് പാറയിടുക്കുകളിൽ മാത്രം വളരുന്നതാണ്. വലയിൽ കിട്ടില്ല, ചൂണ്ടയിൽ മാത്രം കുടുങ്ങുന്ന ഒരു സാധനം. അങ്ങനെ പറയുകയാണെങ്കിൽ ഇത് കടലിൽ കാടുകളുണ്ട്, അത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പാരെന്നാണ്. ഈ പാരുകളിൽ മാത്രം വളരുന്ന ഒരു മീനാണ് അത്. ഒരുപാട് തണുപ്പുള്ള കാലാവസ്ഥയിൽ മാത്രമാണ് ഇവ കരയിലോട്ട് വരുന്നത്. ആ സമയത്ത് കിട്ടിയ കലവയാണ്. നമുക്ക് ഇതിനെ നമ്മുടെ സ്റ്റൈലിൽ, കടപ്പുറം സ്റ്റൈലിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്കിതിനെ ഇത് പൊള്ളിക്കാം. ഇത് കട്ട് ചെയ്യാൻ പാടാണ്. അപ്പോൾ കുറച്ച് സ്ട്രെയിൻ എടുത്താണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ മീനൊരു പ്രത്യേകത ഉണ്ട്, തൊലിക്കട്ടി കൂടുതലാണ്. അപ്പോൾ പൊള്ളിക്കാൻ വേണ്ടി സൂപ്പറാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട. അപ്പോൾ ഇനി മസാല കൂട്ടാൻ പോവുകയാണ്. മുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത്, ശകലം ചേർക്കാൻ മറക്കണ്ട സോയാ സോസ്, കുറച്ച് ഗരം മസാല ഇടുകയാണ് കേട്ടോ. ഗരം മസാല, നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ്, ആവശ്യത്തിന് ഉപ്പ്. ശ്രദ്ധിക്കുക, ഇഞ്ചി വെളുത്തുള്ളി, ശകലം സോയാ സോസ്. കാരണം എന്ന് വെച്ചാൽ മീനിൽ നമുക്ക് ചിലപ്പം കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ ഛർദ്ദിക്കാനുള്ള ഒരു ആക്ടിവിറ്റി ചിലർക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടിയായിട്ടാണ് സോയാ സോസ് ചേർത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഗരം മസാല കൂടി ചേർത്ത് കഴിഞ്ഞാൽ, ചുട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധത്തിലുള്ള ഇതുണ്ട്, അതിൽ ഇഷ്ടം കൂടുതൽ തോന്നുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആ മീനിലോട്ട് മസാല പുരട്ടുകയാണ്. വയറിനകത്തോട്ട് ശകലം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുടാനുള്ള പരുവത്തിന് കുറച്ച് നേരം വച്ചിരിക്കണം. അപ്പോൾ ഈ മീനിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ. ബിരിയാണിക്ക്, നിങ്ങൾ സ്പെഷ്യലി ബിരിയാണിക്ക് വേണമെന്നുണ്ടെങ്കിൽ അമൂർ എന്ന് പറഞ്ഞ മീൻ, അതായത് കലവ, ഇത് ചോദിച്ചു വാങ്ങിക്കാം എവിടെ കിട്ടിയാലും. ഇത് ചൂണ്ടയ്ക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അത് പാര്, അതായത് കടൽ കാടുകളിൽ മാത്രം വളരുന്നൊരു സാധനമാണ്. ഏറ്റവും നല്ല സാധനങ്ങൾ മാത്രമേ തിന്നുകയുള്ളൂ. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, നല്ല വിലയും അതേപോലെ കഴിക്കാനും എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയാൽ മറക്കണ്ട, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മീനുകൾ വാങ്ങാൻ. നമ്മളിതിനകത്ത് കയറ്റാൻ പോവാണ്. നമ്മുടെ മസാലക്കൂട്ടുകൾ റെഡിയായി. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മസാലയാണ് ചെയ്തിരിക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഒരു കാര്യം കൂടി മറക്കരുത്, സോയാ സോസ് ശകലം, പിന്നെ നാരങ്ങ നീര് ഉപയോഗിച്ച് ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചുടുന്ന സമയത്ത് എണ്ണ വേണമെങ്കിൽ എണ്ണ ഉപയോഗിക്കാം. കാരണം ഇത് കരിഞ്ഞു പോകത്തില്ല. കാരണം ഈ മീനിൻ്റെ ഇതിന് തൊലിക്ക് കട്ടിയുള്ളത് കൊണ്ട് അതൊരിക്കലും ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് ചൂടാം അല്ലേ. നമുക്ക് ഇവനെ അങ്ങ് ഇതിലോട്ട് വയ്ക്കാം കേട്ടോ. ആവശ്യമുള്ളവർക്ക് എണ്ണ ഒഴിക്കാം. ടൈപ്പ് ഓഫ് എണ്ണയാണ് ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യാം. പാം ഓയിൽ, വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ, ഗീ ആണെങ്കിൽ ഗീ. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എണ്ണ ഉപയോഗിക്കാവുന്നതാണ്.
നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് മീൻ കിട്ടിയാലും അതിൽ രക്തത്തിൻ്റെ അംശമുണ്ടോ, അല്ലെ രക്തത്തിൻ്റെ അംശം എങ്ങനെയാണ്, അത് നോക്കിയിട്ട് വേണം നമ്മൾ മസാലകൾ തീരുമാനിക്കാൻ വേണ്ടി. അല്ലാതെ ഒരു വിധത്തിലും ഉള്ള മസാല മീനുകളിൽ ചെയ്താൽ അത് ദോഷമായിട്ട് വരത്തുള്ളൂ. തീർച്ചയായിട്ടും അറിയുക, അറിഞ്ഞിട്ട് മീനിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് അതനുസരിച്ച് മസാല തിരിച്ചാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് മീൻ കഴിക്കാൻ പറ്റും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഞങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല. കുഴിയെടുക്കും, ചൂട്ട് കത്തിക്കും, ചൂട്ട് കത്തിച്ചിട്ട് അതിലാണ് ചുട്ടെടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അത് എത്രത്തോളം അങ്ങനെ വരുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചത്. അപ്പം ഞങ്ങൾക്ക് വേറൊരു ഇതാണ് കണ്ടോ, അത് ഏതാണ്ടൊരു കണ്ടോ, മീനിന് കൂടുതൽ സമയമൊന്നും വേണ്ട കണ്ടോ. നാരങ്ങ മീൻ ഒഴിക്കാൻ കാരണം നമ്മൾ ചുടുന്നത് കൊണ്ട് ഇതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കമർത്ത് പോകാൻ വേണ്ടി മാത്രമാണ് ഈ നാരങ്ങ ചേർക്കുന്നത്. നമ്മുടെ സാധനം അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. തുറക്കണ്ടേ? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തുറക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നമുക്ക് കൊടുക്കാം. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഒന്നാമത് മീനില്ലാത്ത സമയമാണ്. അപ്പോൾ നമുക്കിത് പൊളിക്കണ്ടേ? പൊളിച്ചെടുക്കാം. ഞങ്ങളെ നമുക്കിതൊന്ന് നോക്കണ്ടേ? ടേസ്റ്റ് നോക്കിയില്ലെങ്കിൽ പിന്നെ എന്ത്? നമ്മൾ ഇവനെ വേണ്ട അടിപൊളിയാണ് കേട്ടോ. കണ്ടാ, ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളിയാണ്, പഴയ ചേലാളിയാണ്, അവർക്കറിയാൻ പറ്റും മീനിൻ്റെ ഗുണം. അപ്പം മറക്കണ്ട, ഈ മസാലക്കൂട്ടുകളുമായി നിങ്ങളും കാണണം.